ഹലോ, വെൽക്കം ബാക്ക് ടു കളർ ബബിൾ ചാനൽ. ഇന്ന് നമ്മൾ കണ്ണെങ്ങനെ വരയ്ക്കാമെന്നാണ് പഠിക്കുന്നത്. കണ്ണിൻ്റെ 3 വേരിയേഷൻസ്: ഫ്രണ്ട് വ്യൂ, 3/4, പിന്നെ സൈഡ് വ്യൂ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്ത്രീകളുടെ കണ്ണെങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം തന്നെ കണ്ണിൻ്റെ ചുളിവ്, ആ ഭാഗമാണ് ഞാൻ വരയ്ക്കുന്നത്. അതിനുശേഷം കണ്ണിൻ്റെ മുകൾ ഭാഗം ഒരു ഇലയൊക്കെ വരയ്ക്കുന്ന ഒരു ഷേപ്പിൽ വരയ്ക്കുന്നു. അകത്ത് നമ്മൾ കണ്ണിൻ്റെ ഡെപ്ത് സെപ്പറേറ്റ് വരയ്ക്കുന്നു. കൃഷ്ണമണി വരയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. നമ്മളൊരു ഇമാജിനറി ചിത്രമൊക്കെ വരയ്ക്കുമ്പോഴും കണ്ണിന് കുറച്ചുകൂടി ഭംഗി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും. സെൻട്രലായിട്ട് കറുത്ത ഭാഗം വരച്ചിട്ട് ചെറുതൊരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് എറേസ് ചെയ്യുന്നു. കണ്ണിൻ്റെ മുകൾ ഭാഗം കുറച്ചുകൂടെ ഡാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണ് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ പറ്റും. അതായത് ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ, സ്കെച്ച് ചെയ്യുമ്പോൾ തന്നെ കണ്ണിന് കുറച്ചുകൂടെ ഒരു ഭംഗി കൂട്ടാം. അതേപോലെ സ്ത്രീകളുടെ കണ്ണാണ് നമ്മൾ വരയ്ക്കുന്നത് കൊണ്ട് കൺപീലിയെല്ലാം കുറച്ച് നല്ല രീതിയിൽ വളച്ച് നല്ല ഷേപ്പിൽ ധാരാളമായിട്ട് കാണിക്കാം. നമ്മളുടേതായിട്ടുള്ളൊരു ഇമാജിനറി ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ്. ഒരാളെ നോക്കിയിട്ട് നമ്മളൊരു പോർട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കണ്ണെല്ലാം ഇതേപോലെ വരച്ച് നടക്കില്ല. അത് നമ്മൾ ഫോട്ടോയിലുള്ള പോലെ തന്നെ ചെയ്യണം. ത്രീ ഫോർത്ത് എന്ന് പറയുമ്പോൾ നേരെ വരച്ച കണ്ണിൻ്റെ തന്നെ കുറച്ച് ചെരിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും, അതാണ് 3/4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണിൻ്റെ കൃഷ്ണമണി അതേപോലെ കുറച്ച് ഓവൽ ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ചെയ്ത് എറേസ് ചെയ്യാം, ഹൈലൈറ്റ് എറേസ് ചെയ്യാം. മുകൾ ഭാഗം നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഡെപ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നുണ്ട്. മുകളിലും താഴെയിട്ട് കൺപീലി ചെയ്യാം. താഴെയായിട്ട് നമുക്ക് കണ്ണിൻ്റെ ഒരു തിക്നെസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലൈൻ. ഇനി കണ്ണിൻ്റെ സൈഡ് ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കണ്ണിൻ്റെ ചുളിവിൻ്റെ ഭാഗം, അതായത് കണ്ണിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അതിനുശേഷം കൃഷ്ണമണി വരയ്ക്കുന്നു. കണ്ണിൻ്റെ ഒരു തിക്നെസ് സജസ്റ്റ് ചെയ്യുന്നു. താഴേക്ക് കണ്ണിൻ്റെ ഒരു ഉയർച്ച. ഇവിടെ നമ്മൾ ഒരു ഓവൽ ഷേപ്പിൽ കൃഷ്ണമണി വരച്ച് അതിനുള്ളിൽ ഡാർക്ക് ചെയ്ത് അവിടെയും എറേസ് ചെയ്തിട്ടൊരു ഹൈലൈറ്റ് ആഡ് ചെയ്യുന്നു. കൺപീലി വരയ്ക്കുന്നു. താഴെ മുകളിലായിട്ട് മുന്നേ ചെയ്തിരിക്കുന്ന പോലെ തന്നെ കണ്ണിൻ്റെ മുകൾ ഭാഗം ഡെപ്ത്, കൺപീലി അകത്തുനിന്ന് പുറത്തേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ബൈ.